ഞാൻ ഒരു ഇടിയപ്പത്തിൻ്റെ അച്ച് മേടിക്കാൻ വേണ്ടി വന്നതാണ്, ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ വന്നു, വാങ്ങിച്ചു, പോവാം. വീട്ടിലെത്തി. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ അച്ച് കിട്ടിയപ്പോൾ തന്നെ എനിക്കൊരാഗ്രഹം, ഇച്ചിരി മിക്സ്ചർ ഉണ്ടാക്കിയാലോ, അതിൻ്റെ പരിപാടിയിലാണുള്ളത്. ആദ്യം തന്നെ നമുക്കൊരു ഉദ്ഘാടനം. കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ അരിപ്പൊടി, ഇതിന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലണ്ടി, കായം, മുളക് പൊടി, പൊട്ടുകടല, കറിവേപ്പില, ഇങ്ങനെ എല്ലാ സാധനവുമാണ് വേണ്ടത്. കായപ്പൊടിയൊക്കെ വേണം. അപ്പോൾ അരിപ്പൊടി, കായപ്പൊടി നമ്മൾ മിക്സൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സാധനങ്ങൾ ഞാൻ കടലപ്പൊടി ഇച്ചിരി കുറച്ചിട്ട് അരിപ്പൊടി ഇച്ചിരി കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ലേശം വെച്ചാൽ കൂട്ടിയിടുക എന്നല്ല, എന്താ പറയുക, നമുക്ക് കടലപ്പൊടി ഒരുപാട് ഇച്ചിരി പ്രശ്നമാണ്. എല്ലാവർക്കും കഴിക്കുമ്പോഴൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ട്. അത് കാരണം ഇച്ചിരി അരിപ്പൊടി ഇച്ചിരി കൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ കാണുന്നവർ വിചാരിക്കണ്ട ഇതെന്താ ഇത്രയും കൂടുതൽ എടുത്തേക്കുന്നതെന്ന്. ഞാൻ മനഃപൂർവ്വം എടുത്തതാട്ടോ. അങ്ങനെ എടുത്തു. അതിൻ്റെ മാവ് റെഡിയാക്കുകയാണ്. നമ്മളിതെല്ലാം ഇട്ടതിന് ശേഷം മുളക് പൊടി, അതുപോലെ കായപ്പൊടി, ഉപ്പുപൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, എല്ലാ സാധനവും നമ്മളിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ച് റെഡിയാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ നന്നായിട്ട് സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെക്കണം. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ടയായിട്ട് എല്ലാവിടെയും അങ്ങ് പിടിക്കാത്ത പോലെ വരും. ഞാൻ അങ്ങനെയാണ് ആദ്യം ചെയ്തേക്കുന്നത്. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല കുഴച്ച് റെഡിയാക്കി എടുത്ത് ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതിനെ കൊണ്ടൊക്കെയാണ് പരിപാടി. ഞാൻ അത് സ്പൂൺ വെച്ച് ഇളക്കി റെഡിയാക്കി കേട്ടോ. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ വെള്ളമൊഴിച്ചു ഇതേപോലെ റെഡിയാക്കിയെടുത്തത്. ഇതേ പരുവാണ് കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് വെറുതെ ഉണ്ടാക്കിയതായിട്ടാ. ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ചായയൊക്കെ എല്ലാം എടുക്കാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. എണ്ണ വെച്ചു. ചൂടായതിന് ശേഷം ഇച്ചിരി ഞാൻ കുഴച്ചിട്ട് അവിടെ വെച്ചായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അങ്ങനെ സേവനഴിയിൽ നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ഇച്ചിരി ലൂസ് പോലെ കലക്കി ഇതാക്കിയത് കണ്ടായിരുന്നല്ലോ. അപ്പം ഇങ്ങനെ ഇത് നല്ല ചൂട് കയറും കേട്ടോ. കൈക്ക് ഉണ്ടാക്കുമ്പോൾ ചൂട് കയറിയിട്ട് ഞാനിങ്ങനെ കൈ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് പിഴിയുമ്പോഴൊക്കെ ഒരു ചൂട് ആവിയായിട്ട് വരുന്നുണ്ട്. കുഴപ്പമില്ല, അധികം മൂത്ത് പോവാണ്ട് നമുക്ക് സാധാരണ അറിയാൻ പറ്റില്ല. ഇങ്ങനെ പെട്ടെന്നാവുന്നുണ്ട് കേട്ടോ. ഒത്തിരി പണിയൊന്നുമില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ മിക്സ്ചർ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താ പറയുക, ഒത്തിരി പണിയാന്നൊക്കെ വിചാരിക്കുക. ഒരു പണിയില്ല കേട്ടോ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി തന്നെയാണിത്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ല നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റാണ്. നമുക്കറിയാം ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് അല്ലേ. എല്ലാം എടുത്ത് ഇങ്ങനെ ഞാൻ അടിയിലൊരു പാത്രം വെച്ചിട്ട് പേപ്പർ വെച്ചിട്ടാണ് റെഡിയാക്കിയേക്കുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ ബാക്കി ഇതിനുള്ള ഈ കൂന്തിക്കുള്ള മാവ് അത് റെഡിയാക്കിയതാണിത് കേട്ടോ. അതും മറ്റ് ഇത് തന്നെയാണ് വേണ്ടത്. എല്ലാം എന്താ പറയുക, നമ്മൾ ആദ്യം എടുത്തതിൻ്റെ ഇത് തന്നെയാണ് എടുത്തേക്കുന്നത് എല്ലാ സാധനങ്ങളും. ഞാൻ പിന്നെ ഒരുപാട് ഇതാവുണ്ടായിച്ചിട്ടാണ് അങ്ങനെ കൂടുതലായിട്ട് കാണിക്കാണ്ടിരുന്നത് കേട്ടോ. അതിങ്ങനെ ഒരു തവ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ അതുണ്ടാക്കിയെടുത്തു. ഞാൻ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 2-3 വീടുണ്ട്. അങ്ങനെ ഉണ്ടാക്കുക ഇച്ചിരി എല്ലാവർക്കും വേണ്ടിയിട്ട്. പിന്നെ മൂത്ത് പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇത് എന്തോ അതുപോലെ ഒരു കളർ അങ്ങനെ തോന്നുന്നതാണ്. പിന്നെ ഈ കൂന്തി ഇത്രയും ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം ഇത് പൊട്ടുകടലയാണ്. പൊട്ടുകടല ഒന്ന് വറുത്തെടുക്കുകയാണ്. ഒരുപാടങ്ങ് മൂപ്പിക്കൊന്നും വേണ്ട. പിന്നെ ഇത് കപ്പലണ്ടി കേട്ടോ. കപ്പലണ്ടി അതേപോലെ തന്നെ ഒന്ന് ഇതാക്കിയിട്ട് എടുക്കുകയാണ്. ഒരുപാടൊക്കെ കരിഞ്ഞങ്ങ് പോകുമൊന്നും വേണ്ട കേട്ടോ. പിന്നെ കറിവേപ്പില ഇച്ചിരി കൂടുതൽ ഇട്ടുണ്ട് കേട്ടോ. ഇതിപ്പം പൊട്ടുകടലയായി, കപ്പലണ്ടിയായി, കറിവേപ്പിലയായി, ഇനി ഇച്ചിരി വറ്റൽ മുളകും കൂടെ കേട്ടോ. ഇത്രയും കൂടി ഇടുന്നുണ്ട് ഞാൻ. കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് പെട്ടെന്ന് നമ്മൾ തൊടുമ്പോൾ തന്നെ അത് പൊടിഞ്ഞങ്ങ് പോകുന്നുണ്ട്. ഒന്ന് തൊടുകയോ വേണ്ട, അപ്പോഴേക്കും തന്നെ പൊടിഞ്ഞ്
നല്ല ഇലങ്ങാവും. നേരിയതല്ലേ, അങ്ങനെ ഒരുപാട് ഇതൊന്നും ഇല്ല. ഞാൻ ഒത്തിരി ഉണ്ടാക്കി കാരണം അങ്ങനെ നമുക്കുമ്പം തന്നെ അങ്ങനെ ആവുന്നുണ്ടായി. ഇങ്ങനെ എല്ലാ സാധനവും കൂടെ ഒരുമിച്ച് എടുത്ത് വെച്ചതാണ്. പൊടിച്ചു മൊത്തം. അങ്ങനെ എല്ലാം നമ്മളെ എന്താ പറയുക, പൊട്ടുകടല, കറിവേപ്പില, വറ്റൽമുളക്, കപ്പലണ്ടി എല്ലാ സാധനം വറുത്തത് ഇട്ടിട്ടുണ്ടായി. അതെല്ലാം കൂടെ ഒരുമിച്ചിട്ടു കേട്ടോ. പിന്നെ കൂന്തി ആ സാധനം ഉണ്ടാക്കിയില്ലേ, അതും എടുത്തിട്ടു. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നതിനിടയ്ക്ക് ഇച്ചിരി മുളക് പൊടി, അത് കാശ്മീരി ആണെങ്കിൽ ഒന്നുകൂടെ നല്ലത്. ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി കായപ്പൊടി, ഇച്ചിരി ഉപ്പ്. ഞാൻ ഇതൊക്കെ ആദ്യം ചേർത്തിട്ടുണ്ട്. എന്നാൽ ഒന്ന് വെറുതെ ഒന്ന് ഇതാക്കുന്ന സമയത്ത് മിക്സ് ചെയ്യുമ്പോൾ എല്ലാ സാധനവും ഒന്നുകൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. എല്ലാ സാധനവും കൂടി ഇട്ടു, ഒന്നുകൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടെ. കാണുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ ഉണ്ടാക്കിയ പോലെ തന്നെ ഉണ്ട് അല്ലേ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, പറ്റുകയാണെങ്കിൽ.